സുബൈദയുടെ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കുന്നത് എല്ലാ ദിവസവും പതിവായി. അപ്പം അങ്ങനെ തുടരുമ്പോൾ ഈ അമ്മ വീട്ടിലൊരു ദിവസം ചെല്ലുമ്പം മൂത്തമ്മാവൻ അക്കരെ അവർ വേറെ താമസിക്കുന്നിടത്ത് നിന്ന് വന്നിട്ടുണ്ട്. അവരൊരു കോഴിയെ കൊന്ന് പൂട പറിച്ച് കറി വെച്ചിരുന്നു. എനിക്ക് ഈ പൂടകളെല്ലാം ശരിക്ക് പറിച്ച് കളഞ്ഞിട്ടില്ല, ഈ കഷ്ണം വെന്തിരിക്കുന്നത് കാണുമ്പോഴും അതിൽ പൂടയുടെ ഒരു അറ്റം ഉണ്ടെന്നൊക്കെ എനിക്കൊരു തോന്നൽ. ശരിക്കും ഉള്ളതായിരുന്നെന്ന് എനിക്ക് തോന്നി, പക്ഷേ അത് വെറും തോന്നലായിരുന്നൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പം എന്നെ ഈ മൂത്തമ്മാവൻ വളരെ ഫോഴ്സ് ചെയ്ത് ഇത് കഴിപ്പിക്കാൻ നോക്കി. പക്ഷെ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല, അടിച്ച് കഴിപ്പിക്കുക. എന്നേരത്തേനും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു കാരണത്താൽ ലാലി അതവിടെ ഒറ്റി കൊടുത്തു. ഞാൻ ഈ മുസ്ലിം പെങ്കൊച്ചിൻ്റെ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂത്തമ്മാവൻ, അപ്പോൾ ഈ പൂതാളിയിലുള്ളവരും മുസ്ലിമിനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഈ മുസ്ലിമിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാകണമെങ്കിൽ നമ്മൾ മുസ്ലിമിനുമായിട്ട് സഹവസിച്ചിട്ടുണ്ടാവണം. അപ്പോൾ മൂത്തമ്മാവൻ പറയുന്നത് അവൾ തരുന്ന ഭക്ഷണത്തിൽ, 10 വയസ്സായ കൊച്ച് തരുന്ന ഭക്ഷണത്തിനകത്ത് ഓതി കൊടുത്ത് അവരുടെ കൂട്ടത്തിൽ ചേർക്കാനുള്ളൊരു തന്ത്രമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കഴിക്കോടാ എന്നും ചോദിച്ച് പുള്ളി ആ കാപ്പിയുടെ വടിയടിച്ച് എനിക്ക് 4 എണ്ണം തന്നു. അങ്ങനെ കഴിപ്പ് ഇനി പറ്റിയല്ലോ എന്നോർത്ത് വീട്ടിൽ പോന്നു. അടിയൊക്കെ കിട്ടി. അതിൻ്റെ പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്നതിനൊക്കെ മുമ്പാണോ തലേ ദിവസം നടന്നു പോകുമ്പോഴാണോ എന്താണെങ്കിലും പുറത്ത് വഴിയിൽ വെച്ചാൽ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഇങ്ങനെ ഒരു സുബൈദയുണ്ട്, അവൾ ചോറ് തരുന്നുണ്ട്, അപ്പോൾ അവളുടെ കൂടെ ഞാൻ കഴിക്കുന്നുണ്ട്, അത് ലാലി ഇങ്ങനെ മൂത്തമ്മാവനോട് പറഞ്ഞു, അപ്പോൾ എന്നെ അടിച്ചു, അവർ ഓതി തരുമെന്നാണ് പറഞ്ഞു, അതെങ്ങനെയാണ് അമ്മ അവരുടെ കൂട്ടത്തിലാക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ എന്നേരം പറഞ്ഞു, എൻ്റെ കൊച്ചെ അങ്ങനെ ഓതും പരിപാടിയൊന്നുമില്ല, ആ കൊച്ചിന് കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ പകുതി നീ കഴിച്ചാൽ ആ കൊച്ചിനും വിശന്നല്ലേ ഇരിക്കണ്ടേ, അല്ലാതെ അവിടെ ഓത്തും പരിപാടിയൊന്നുമില്ല എന്നമ്മ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓൾറെഡി പരിപാടി കിട്ടി, അവിടെ പ്രശ്നമൊന്നുമില്ലെന്ന്. അപ്പോൾ ഞാൻ കഴിപ്പ് പിന്നെയും തുടർന്നു, ലാലിയോട് പറഞ്ഞുമില്ല. ഈ കൊടയും മഴയും സ്കൂളും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. ഈ ജൂൺ മാസം 1-ാം തീയതിയാണ് എൻ്റെ ചെറുപ്പകാലത്ത് എപ്പോഴും സ്കൂൾ തുറന്നിരുന്നത്. അപ്പോഴാണ് മഴക്കാലവും ആരംഭിക്കുക. ഈ കൊടയില്ലാത്ത പിള്ളേരോട് പ്രതികാരം ചെയ്യാനായിട്ടാണോ മഴ അതേ ദിവസം തന്നെ വരുന്നതെന്ന് ഒരു ചോദ്യം ചെറുപ്പം മുതൽ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം സ്കൂൾ വിട്ട് ജനഗണമനയൊക്കെ പാടി താങ്ക് യു ടീച്ചറും പറഞ്ഞ് ഓടിപ്പോരുക. ഈ പോരുന്ന വഴിക്കെല്ലാം കശുമാങ്ങായൊക്കെ പറിച്ച് നിന്ന് മാവേ കയറി, പിന്നെ വഴിയരികിലുള്ള കൊങ്ങിണിക്കായകളൊക്കെ പറിച്ച് കഴിച്ച്, അങ്ങനെ വേറെ ചെറിയ ചെറിയ പഴങ്ങളൊക്കെ ഈ തോട് തീരത്തുമൊക്കെ കാണും, അതെല്ലാം കഴിച്ച് വയറ് നിറച്ചാണ് പോരുന്നത്. അപ്പോൾ അങ്ങനെ പോരുന്ന ഒരു സമയത്ത് പാറത്തോട് പള്ളിയുടെ വഴിയിറങ്ങി കൃഷി ഓഫീസിന് താഴേക്ക് വന്നു കഴിഞ്ഞ് കണ്ടത്തിലൂടെ വഴി വലത്തോട്ട് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ ഒരു ചെറിയ ചെളിക്കൂനയുണ്ട്. ഒരു ജീപ്പ് അപ്പുറത്ത് വശത്തുനിന്ന് വന്ന് ഒറ്റയടിക്ക് മൊത്തം അടിച്ച് തെറിപ്പിച്ച് ദേഹത്തേക്ക് ചെളിയായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ സ്കൂൾ വിട്ട് പിള്ളേരെല്ലാം ഓടുവാണല്ലോ. അപ്പോൾ ഈ പോകുന്ന പോക്കിൽ ഈ ചെളിയും ദേഹത്താക്കി ആകെ ഒരു ഉടുപ്പേ ഉള്ളൂ, ഇനി വൈകുന്നേരം ചെന്ന് അലക്കിയിടണം. അപ്പം അങ്ങനെ പോകുമ്പോൾ ഈ ഒറ്റയടിക്ക് മഴയങ്ങ് വന്നു. ആ മഴയങ്ങ് പെയ്തപ്പോഴേക്കും പലരും ആരുടെയിലൊക്കെ കൂടെ, കുടയില്ലാത്തവർ ഞാനല്ലാതെയും വേറെ ഉണ്ടല്ലോ, കയറി. അപ്പം ഞാൻ അന്നേരത്തേനും ഈ വാഴയും മരമൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കയറും. പിന്നെ അത് കുറേ നേരം നിൽക്കുമ്പോഴേക്കും പിന്നെ നമ്മളതും ഈ മരവും പെയ്യും, അങ്ങനെ കൂടുതൽ നനയും. അപ്പോൾ ഈ തോട്ട് തീരത്തൂടെ ആ വഴി പോകുന്നത്. എന്നിട്ട് ഈ വലിയ ചേമ്പലകളുണ്ട്, അതിങ്ങനെ നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് വലിച്ചു കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരിച്ചിരി നീളത്തിലിരുന്ന് നമുക്ക് ഇങ്ങനെ പിടിച്ച് പോകാം. അന്നേരത്തിന് നമ്മുടെ ഈ തലയിൽ കൂടെ ഒന്നും വെള്ളം ചാടിയല്ല, ഇങ്ങനെ പിടിച്ച് പോകാം. പക്ഷെ കാറ്റ് വീശുമ്പോഴേക്കും മൊത്തം നനയും. അപ്പോൾ ഈ സുബൈദയ്ക്ക് കുടയുണ്ട്, ഞെക്കുമ്പോൾ തെറിക്കുന്നൊന്നുമല്ല, പക്ഷെ ഒരു കുടയുണ്ട്. അപ്പോൾ സുബൈദ എന്നോട് പറഞ്ഞു, നീ ഇങ്ങോട്ട് കയറിക്കോന്ന്. അപ്പോൾ അന്നേ കാലത്തൊക്കെ അത് 1984 അത് ഞാൻ ഓർത്തിരിക്കാൻ കൃത്യതയുള്ളൊരു കാരണം, അത് ഇന്ദിരാഗാന്ധി മരിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ. ഇന്ദിരാഗാന്ധി 1984 ഒക്ടോബർ 31 വെടിയേറ്റ് മരിക്കുന്നത്. അന്ന് 4 മിനിറ്റ് അസംബ്ലിയുടെ സമയത്തോ ഉച്ചയ്ക്ക് ഒരു അസംബ്ലി വിളിച്ചോ മറ്റോ നിർത്തിച്ചിരുന്നു. അത് ഓർത്തിരിക്കാനുള്ള കാരണം അന്ന് വെയിലടിച്ച് ഞാൻ ബോധം കെട്ട് വീണു. കാലത്തൊന്നും കഴിച്ചിട്ടില്ലല്ലോ, ഉച്ചയ്ക്കും കഴിക്കാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പോൾ അന്ന് വൈകുന്നേരം ഈ സുബൈദ എന്നോട് പറയുകയാണ്, നീ ഇതിൽ കയറിക്കുമെന്ന്. അപ്പോൾ നമുക്ക് പേടിയോ, ഒരു പെണ്ണിൻ്റെ കുടയിൽ കയറി, ഒരു പെണ്ണും ആണോട് ഒരു കുടയിൽ കൂടി കയറി പോകുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ സമ്മതിക്കില്ലാത്ത കാര്യമാണ്, നാട്ടുകാർ വലിച്ചു കയറും. അപ്പോൾ പിന്നെ അതൊരു ഉമ്മച്ചി കൊച്ചിൻ്റെ കുടക്കീഴിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ ഈ കാസയും പീലാസയും നിന്ന് തുടങ്ങിയതല്ലെന്നേ, പണ്ടും അതിൻ്റെയൊക്കെ റോ വേർഷൻസ് നമുക്കുണ്ടായിരുന്നു.
അപ്പോൾ എന്താണേലും ഞാനന്നേരം അത് ശരിയാവത്തില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും ഇവൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, അതിപ്പോഴും എൻ്റെ അടുത്തുനിന്ന് പോയിട്ടില്ല. അള്ളാക്കറിയാമല്ലോ എന്ന്. പക്ഷെ അവളുടെ ഈ അള്ളായൊന്നും എനിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കുഴപ്പമില്ലാത്ത ഇടപാടാണ് എന്നെനിക്ക് തോന്നി. ഞാൻ അവളുടെ കൂട്ടത്തിൽ നടന്ന് കമ്പളികണ്ടവും കൂടി തെള്ളിത്തോട് വന്ന് എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുന്ന കുഞ്ചിരക്കാട് പാറയുടെ അവിടം വരെ മഴ തോർന്നാണെങ്കിലും തുറന്നു കഴിഞ്ഞപ്പോഴേക്കും എത്തി. അപ്പോൾ അത്രയും നേരം ആ കുടയിലൂടെ അവളുടെ കൂട്ടത്തിൽ ഒരു കുട കീഴിൽ പോകുന്നത് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. ആ വർഷത്തിൻ്റെ അവസാനത്തിലാവണം ഒരു ദിവസം സിനോവി സിസ്റ്റർ വന്നിട്ട് പറയുക, വളരെ സീരിയസ് ആയിട്ട് സിസ്റ്റർ വളരെ ദുഃഖഭാവത്തിൽ എന്തോ ഭയങ്കര സംഭവം വന്ന പോലെ വന്നിട്ട് ക്ലാസ്സിൽ ടീച്ചറിന് മാത്രമേ മേശയുള്ളൂ, പിള്ളേർക്ക് ബെഞ്ച് മാത്രമേ ഉള്ളൂ. ടീച്ചർ ആദ്യം ആ സ്റ്റൂളേലൊന്നിരുന്നു. എന്നിട്ട് പേര് വിളിക്കാതെ ആ പിള്ളേരെ നോക്കിക്കൊണ്ട് മാത്രം അറ്റൻഡൻസ് ഇട്ടു. എന്നിട്ട് ടീച്ചർ എഴുതുന്നൊന്നുമില്ല. ടീച്ചർ സാധാരണ വന്നാൽ ടീച്ചറിൻ്റെ പേരടക്കം എഴുതി ബോർഡേ വെക്കുന്ന. അപ്പോൾ ഈ സിസ്റ്റർ വന്നിട്ട് ഈ ഒരു കർമ്മലീത്ത സിസ്റ്റർ, അപ്പോൾ ഈ മുമ്പോട്ടൊരു സാധനം ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്, ഈ ഉടുപ്പിൻ്റെ ഒരു ഭാഗം, അതെടുത്ത് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഈ ടേബിളിൽ ചാരി കുറേ നേരം താഴെയുള്ള തെങ്ങിൻ തോപ്പിൽ കൂടെയൊക്കെ നോക്കി ആരെയോ നോക്കി നിൽക്കുന്ന പോലെ സങ്കടത്തോടെ നിൽക്കുക. ഭയങ്കര ഒരു നാടകീയത അവരങ്ങ് സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ സുബൈദയുടെ ഉപ്പ മരിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഉപ്പ മരിച്ചു എന്ന് ഞാൻ കേട്ടതാണോ സിസ്റ്റർ ശരിക്കും പറഞ്ഞതാണോ? അപ്പോൾ അതിനിടയ്ക്ക് സിസ്റ്റർ പറയുന്നു, ഉപ്പ എന്ന് പറഞ്ഞാൽ അപ്പനാണെന്ന് ട്രാൻസ്ലേഷനും തരുന്നുണ്ട്. പക്ഷേ ശരിക്കും അത് ഉപ്പ അല്ലായിരുന്നു, അവളുടെ ആങ്ങളെയായിരുന്നു മരിച്ചത്. ചിലപ്പോൾ സിസ്റ്റർക്കും എനിക്കും ഒക്കെ മനസ്സിലായത് അവരുടെ വീട്ടിൽ ചെന്നപ്പോഴായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ദിവസം ഈ ടീച്ചറിൻ്റെയും കൊച്ചു സാറിൻ്റെയും മാത്യു സാറിൻ്റെയും നേതൃത്വത്തിൽ ഞങ്ങളെ ക്ലാസ്സിലെ പിള്ളേരെ എല്ലാവരെയും കൂടി തെള്ളിത്തോട് വഴി നടന്ന് ചിന്നാറെത്തി മങ്കുവയിലുള്ള സുബൈദയുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ അതൊരു ചെറിയ വീടാണ്, ഞങ്ങളുടെ പോലെ അത്രയും വീഴാൻ പോകുന്ന വീടല്ല, വലിയ സമ്പന്നരൊന്നുമല്ല, സാധാരണ മനുഷ്യർ. അവരുടെ ആങ്ങളെയായിരുന്നു മരിച്ചത്. ഈ സുബൈദ പുറകുവശത്തെ അവരുടെ മുറ്റത്തിൻ്റെ ഭിത്തിയിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ചാരി ഇങ്ങനെ ഇരിക്കുക, കരയുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവളെയൊക്കെ നോക്കി നിന്നിട്ട് ഞാൻ മടങ്ങിപ്പോന്നു. പിന്നെ അവളെ ഞാൻ ആ ദിവസങ്ങളിലൊന്നും കണ്ടിട്ടില്ല. ആ വർഷം തീരാൻ പിന്നെയും കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു. ആ നാളുകളിൽ അവൾ സ്കൂളിൽ വന്നില്ല. ഞങ്ങൾ മടങ്ങിപ്പോയി. പിന്നെ ഈ അവധിക്കാലമൊക്കെ ആകുമ്പോഴേക്കും പലപ്പോഴും നമ്മൾ അമ്മ വീട്ടിലൊക്കെ പോവും. അങ്ങനെ അത് പ്രധാനപ്പെട്ടതാണ്. ആ വർഷത്തിൻ്റെ ഈ വേനലവധി കാലത്ത് അമ്മ ഈ കുഞ്ഞുഞ്ഞമ്മ ചേട്ടത്തിയുടെ കൂട്ടത്തിൽ പണിക്ക് പോകുന്നുണ്ടെങ്കിലും ആ സമയങ്ങളായപ്പോഴേക്കും കുറേശ്ശെയൊക്കെ ഉടമ്പടിക്ക് കല്ലിയമുടൊക്കെ എടുത്ത് 10 പണിക്കാരെ 2 പണിക്കാരെയൊക്കെ കൂട്ടി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പാലപ്പറമ്പയിലെ അമ്മണി ടീച്ചറിൻ്റെ വീടിൻ്റെ പണിക്ക് വേണ്ടിയിട്ടുള്ള കല്ല് ചുമക്കാനായപ്പോഴേക്കും അപ്പോൾ എനിക്ക് 11 വയസ്സുണ്ട്. 11 വയസ്സ് ആയിട്ടില്ല. 11 വയസ്സായി കാണും. ആ സമ്മറിൽ ആ വേനലവധി സമയത്താണ്. അപ്പോൾ 11 വയസ്സ് ജസ്റ്റായി. അപ്പോൾ ലാലിയും ഞാനും അമ്മയുടെ കൂട്ടത്തിൽ, അമ്മയുടെ പണിക്കാരുടെ കൂട്ടത്തിൽ, അപ്പോൾ വലിയ കല്ല് വരുമ്പോൾ ഒത്തിരി വലുതാണെങ്കിൽ എനിക്ക് തരരുത് എന്ന് പറയും. അപ്പോൾ നമ്മുടെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ അരികത്തോട് പോകുമ്പോഴേക്കും നമ്മൾ ഈ വാഴയുടെയും പ്ലാവിൻ്റെയും ഒക്കെ ഇടയിൽ മറഞ്ഞു നിൽക്കും, കല്ലും കൊണ്ട് പോലും. കനമുള്ള കല്ലും പിടിച്ചുകൊണ്ടാണെങ്കിൽ അവർ നടന്ന് 300 മീറ്റർ അപ്പുറത്ത് പോകുന്നവരെ നമ്മൾ ഈ കല്ലും ചുമന്ന് ഒളിച്ചിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കല്ല് ചുമക്കുന്നവർ കാണുമ്പോൾ നമുക്ക് നാണക്കേടാം. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമുള്ളതല്ല. പക്ഷേ ആ കുട്ടിക്ക് അങ്ങനെയായിരുന്നു. എനിക്ക് അപകർഷം ഉണ്ടായിരുന്നു, എനിക്ക് ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് നാണക്കേട് തന്നെയായിരുന്നു. അപ്പോൾ ആ കല്ലിയമ്മടൊക്കെ കഴിഞ്ഞ് പാലപ്പറമ്പയിലെ അമ്മണി ടീച്ചർ വേവ് സാർ അറിയാതെ അമ്മയ്ക്ക് പൈസ കൊടുത്ത് എനിക്ക് സ്വന്തമായി ഞെക്കുമ്പോൾ തെറിക്കുന്നതല്ലെങ്കിലും ഒരു കുട വാങ്ങിത്തന്നു. പിന്നെ അങ്ങോട്ട് സുബൈദയുടെ എന്നല്ല ആരുടെയും കുടക്കീഴിൽ എനിക്ക് കയറേണ്ട വന്നില്ല. അപ്പോൾ അത് ഒരു നല്ല ടേണിംഗ് പോയിൻ്റായിരുന്നു. ആ വർഷമാണ് ജെസ്സി 10-ലെത്തിയത്. അതിൻ്റെ തലേ വർഷം അമ്മയുടെ വീട്ടിൽ പാകവുടമ്പടിയൊക്കെ നടത്തിയിരുന്നു. പള്ളിയിലച്ഛനാണല്ലോ അതും കോർഡിനേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഇനത്തിൽ രണ്ടാമത്തെ അമ്മാവൻ കുടുംബ കാര്യസ്ഥനായി മാറുകയും 3 പെങ്ങന്മാരുടെ ഉത്തരവാദിത്വം ഏൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനോടൊക്കെ അമ്മയുടെ നേരെ ഇളയ അനിയത്തി കുഞ്ഞമ്മയെ ചെമ്പകപ്പാറയിൽ തന്നെ കെട്ടിച്ചു. ആ ചെമ്പകപ്പാറ എന്ന് പറയുന്നത് അവിടെ നിന്നൊരു 7-8 കിലോമീറ്റർ ദൂരെയാണ്. നല്ല പിശുക്കനും അതുപോലെ തന്നെ പലിശയ്ക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന കൊച്ചമ്മാവന് ഈ പറഞ്ഞിരിക്കുന്ന കല്യാണാലോചന വളരെ നല്ലതായിരുന്നു. അപ്പനും അമ്മയൊക്കെ മരിച്ചുപോയി.
24 വയസ്സോളമായ കുഞ്ഞമ്മയെ കെട്ടിച്ചു വിടേണ്ടത് പ്രായം അധികമായി കഴിഞ്ഞാണ്. 24 വയസ്സെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇച്ചിരി പ്രായം കടന്നുപോയി. സമുദായം വിട്ടൊരാലോചന വന്നപ്പോൾ ചോദിച്ച സ്ത്രീധനം വളരെ കുറവായിരുന്നതിനാലും സ്വർണം വളരെ കുറച്ച് മാത്രം ചോദിച്ചതിനാലും അവർ ആ കല്യാണം അങ്ങ് നടത്തി. പിന്നീട് അങ്ങോട്ട് ഈ കുഞ്ഞമ്മയുടെ കെട്ടിയോൻ കറുത്ത നിറമാണെന്നും ചിരിക്കുമ്പോൾ കാക്ക തേങ്ങാക്കൊത്തെടുത്തുകൊണ്ട് പോകുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഈ കുഞ്ഞമ്മയെ തന്നെ അവർ കലിയാക്കും. യഥാർത്ഥത്തിൽ അവർ പ്രണയിച്ചോടിയതൊന്നുമല്ല. ഈ അമ്മയുടെ കുടുംബത്തിലെ അമ്മാവനൊരു സൗകര്യം ഉണ്ടായിട്ട് സാമ്പത്തികമായി ലാഭിക്കുവാനും ഇനിയും മിച്ചമുള്ളത് പലിശയ്ക്ക് കൊടുക്കുവാനുള്ള ഒരു അവസരത്തിലാണ് ഇക്കാര്യം ചെയ്തത്. അപ്പോൾ കുഞ്ഞമ്മയ്ക്ക് 1 വർഷം ഇടവിട്ട് ഒരു വയസ്സിൻ്റെ കഷ്ടി വ്യത്യാസത്തിൽ 2 പെൺകുട്ടികളാണ് ഉണ്ടായത്. പിന്നെ അമ്മ വീട്ടിലൊരാശ്വാസം ഉണ്ടായെന്ന് പറയുന്നത് ഈ കുഞ്ഞമ്മയ്ക്കുണ്ടായ പിള്ളേർക്കൊന്നും അപ്പാപ്പൻ്റെ നിറം കിട്ടിയില്ല എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ആശ്വാസം. അപ്പോൾ ആ അവധിക്കാലത്ത് പാലപ്പറമ്പിലെ അമ്മൻ ടീച്ചറിൻ്റെ അടുത്ത് പണി കഴിഞ്ഞ് കുടയൊക്കെ കിട്ടി, മഴയൊന്നും പെയ്തില്ലെങ്കിലും ആ കുടയും കൈപ്പിടിച്ചാണ് ഞാൻ പൂതാളിയിലെ അമ്മ വീട്ടിൽ പോകുന്നത്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഏപ്രിൽ മാസമൊക്കെ ഒരു പകുതിയായി കഴിഞ്ഞാൽ പിന്നെ ഈ ചക്കയൊക്കെ മൂക്കുന്ന സമയം, മൂത്തങ്ങ് പഴുക്കും. കൂഴച്ചക്കയൊക്കെ പ്ലാവേന്നൊക്കെ വീണ് പൊട്ടിച്ചെതറിയും കിടക്കും. ഈ അമ്മാവൻ്റെ അമ്മയുടെ തറവാട്ടിലെ വീട്ടിൽ അമ്മയ്ക്ക് പക്ഷേ പാകോടമ്പടി വെച്ചപ്പോൾ വികാരിയച്ഛൻ്റെ വകയായിട്ട് എന്തെങ്കിലും കാശുണ്ടായാൽ 5000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നീടൊന്നും അവർക്കതുണ്ടായില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അമ്മ അതിന് പരിഭവവും പറഞ്ഞിട്ടില്ല. അക്കാലത്ത് ഈ ചക്കക്കുരുവൊക്കെ വാങ്ങാനായിട്ട് കോട്ടയത്ത് നിന്ന് ജീപ്പിൽ ഒരു മാങ്ങ ജോയിച്ചേട്ടൻ എത്തുമായിരുന്നു. മാങ്ങയുടെ സീസണിൽ മാങ്ങായും പിന്നീട് മാങ്ങയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കച്ചവടം ഹൈ റേഞ്ചിൽ നിന്ന്. അതുകൊണ്ടായിരിക്കണം ഈ ജോയിക്ക് മാങ്ങാ ജോയി എന്ന പേര് വന്നത്. പിന്നീട് അദ്ദേഹം ചക്കക്കുരു കച്ചവടവും തുടങ്ങി. പക്ഷേ ചക്കക്കുരു ജോയി എന്ന് ആരും അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല, മാങ്ങാ ജോയി എന്ന് തന്നെയായിരുന്നു വിളിക്കുന്നത്. ഈ അമ്മയുടെ തറവാടിൻ്റെ പറമ്പിൽ അമ്മയുടെ കെട്ടിച്ച് വിട്ടതിന് ശേഷം ബാക്കിയുള്ള 2 അനിയത്തിമാർ അതിന് മുമ്പ് സ്കൂളിൽ പോകുന്നതായിരുന്നു. ഒരാളെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞപ്പോൾ 10ൽ തോറ്റപ്പോൾ അടുത്ത കൊച്ചാൻറ്റിക്ക് പഠിത്തം നിർത്തേണ്ടി വന്നു. വീട്ടിൽ പണിക്കൊക്കെ ആയിട്ട് നിന്നു, 10ൽ തോറ്റു. അത് കഴിഞ്ഞാൽ വീട്ടുപണിയിലേക്ക് പ്രവേശിക്കുന്നത് കല്യാണം കാത്തുള്ളൊരു ഇരിപ്പാണ്. അതിൻ്റെ ഇളയ ആൻറ്റി 10ലായിരുന്നു പഠിക്കുന്നത്. ആ വർഷം തോറ്റു. ഞാൻ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ വർഷം തോറ്റു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നോക്കുമ്പോഴേക്കും റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ കൊച്ചമ്മാവൻ ഭയങ്കര ദേഷ്യത്തിലായി. കൊച്ചമ്മാവൻ്റെ മുറ്റത്തൊരു പനയുണ്ടായിരുന്നു, ഇപ്പുറത്തെ സൈഡിലൊരു കാപ്പിയും. ആ കാപ്പിയിൽ നിന്നൊരു വലിയ കമ്പം ഒടിച്ചിട്ട് ഈ പനയുടെ മുൻവശത്ത് മുറ്റത്ത് അതിനോട് ചേർന്ന് ഒരു തെങ്ങുണ്ട്. ഇതിന് രണ്ടിൻ്റെ ഇടയിലായിട്ട് മുട്ടുകുത്തി നിർത്തിയിട്ട് ഈ കാപ്പിക്കൊമ്പ് കൊണ്ട് നന്നായി അടിച്ചു. ഈ കുഞ്ഞാൻറ്റി കരഞ്ഞെങ്കിലും അതിൽ കൂടുതൽ ഉച്ചത്തിൽ അവരുടെ തൊഴുത്തിൽ കറവയുണ്ടായിരുന്ന മിനിയുണ്ട്, ഉഷയുണ്ട്, ഓമനയുണ്ട്. ഓമന ഒരു എരുമയാണ്, മിനിയും ഉഷയും പശുക്കളാണ്. ഈ 3 എണ്ണത്തിൻ്റെയും കറന്ന് പാലുമായിട്ട് പോകുന്ന ആളാണ് ഈ കൊച്ചമ്മാവൻ. രാവിലെ ഈ പാലൊക്കെ സൊസൈറ്റിയിലും കടകളിലും ഒക്കെ കൊടുത്ത് നല്ല കറവയുള്ളതാണ്. ഉച്ച കഴിഞ്ഞും കൊടുക്കും. ഈ ചായ എടുക്കാനായിട്ട് അദ്ദേഹത്തിന് മാത്രം ചായ എടുക്കുന്ന പാല് കൂടുതലൊഴിച്ചും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും വളരെ ഊളയായിട്ടുള്ളൊരു ചായയുമായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹമാണ് കാരണവർക്ക് എന്തുവാകാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സിദ്ധാന്തം. അപ്പോൾ ഈ അടിയൊക്കെ കൊണ്ട് അവസാനം തുടർന്നുള്ള വർഷത്തേക്ക് കുഞ്ഞാൻറ്റിയെ സെൻറ്റ് തോമസ് പാരൽ കോളേജിൽ ചേർക്കണമെന്ന് തീരുമാനത്തിലുമെത്തി. അപ്പോൾ പഠിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ 10ൽ ഒന്നുകൂടി എഴുതി ജയിക്കാനായിട്ട്. അപ്പോൾ ഈ അവധിക്കാലത്ത് ഈ ചക്കപ്പഴമൊക്കെ മൂത്ത് ചാടുന്ന സമയത്ത് ഈ അമ്മയുടെ ആങ്ങള ആ നാട്ടിലെ മറ്റൊരു പ്രമാണിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു 5-6 ഏക്കറോളം വരുന്ന സ്ഥലം ഈ അമ്മ വീടിൻ്റെ തറവാടിനോട് ചേർന്ന് കിടപ്പുണ്ട്. അത് നോക്കാൻ എപ്പോഴും ആൾ വരാറില്ല. അപ്പം ചക്കക്കുരു പെറുക്കാനായിട്ട് 2 ആൻറ്റിമാരുടെയും, കൊച്ചാൻറ്റിയുടെയും കുഞ്ഞാൻറ്റിയുടെയും നേതൃത്വത്തിൽ ഞങ്ങൾ ടീമുകളായിട്ടാണ് ചക്കക്കുരു പെറുക്കാൻ. ലാലിയും കുഞ്ഞാൻറ്റിയും ഒരു ടീമും ഞാനും കൊച്ചാൻറ്റി ഒരു ടീമും, ജെസ്സിയും ബിന്ദുവും അമ്മയോടൊപ്പം ആയിരിക്കും അവധിക്കാലത്തും.
അപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും പോയി ചക്കക്കുരു ചീഞ്ഞളിഞ്ഞ് കിടക്കുന്ന ചക്കയിൽ നിന്ന് കുരു പെറുക്കിയെടുത്ത് ചാമിക്കുഴിയിലോ താഴത്തെ തോട്ടിലോ ഒക്കെ പോയി കഴുകിയെടുത്ത് പാറയിലിട്ട് ഉണങ്ങി മാങ്ങായി ചേട്ടൻ വരുന്നത് വരെയും ചാക്കിൽ കെട്ടിവെക്കും. അപ്പോൾ അക്കാലത്ത് ഈ അമ്മയുടെ തറവാട് വീടിൻ്റെ താഴെ തോട്ടിലേക്കും കണ്ടത്തിലേക്കും ഒക്കെ പോകുന്ന വഴിക്ക് ഇടതുവശത്തായി ചുറ്റും കല്ലുകൊണ്ട് കെട്ടിയ ഒരു പന്നിക്കൂടുണ്ട്. ആ പന്നിക്കൂടിൻ്റെ പിറകുവശത്ത് 2 കൂഴപ്ലാവുകളുണ്ട്. അതിലുണ്ടാകുന്ന ചക്കയിലൊക്കെ രുചിയില്ലായ്മയോ ചുളയില്ലായ്മയോ ഒക്കെ കാരണത്താൽ പൊട്ടൻ പ്ലാവ് എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. ഇതിലെ ഈ പന്നിവേലിയിൽ പോയിരുന്നാണ് നമ്മുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ നടത്തുക. ടോയ്ലറ്റൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അത് പ്രമാണികളുടെ വീട്ടിലും ഈ പന്നിക്കൂട്ടിലായിരുന്നു കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത്. പക്ഷെ ഒരു കാളിപ്പന്നിയെ കൊച്ചാൻറ്റി വളർത്തിയിരുന്നു. അതുവരെയും പുള്ളിക്കാരത്തേക്ക് കമ്മലൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഈ കൊച്ചാൻറ്റിക്ക്, അതായത് കുഞ്ഞമ്മയെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞേച്ച് പിന്നെയുള്ള 2 പേരിൽ മൂത്തയാൾ പഠിത്തം നിർത്തിയിരിക്കുന്ന ആൾക്ക് ഒരു കമ്മൽ മേടിച്ചു കൊടുക്കാനായിട്ടുള്ള പ്രോമിസ് ഉണ്ടായിരുന്നുകൊണ്ട് ആ പേരിന് 10 കുഞ്ഞുങ്ങളോ 11 കുഞ്ഞുങ്ങളോ ഉണ്ടായി. അതിനെ വിറ്റ് ഓരോന്നിനും 50 രൂപ വെച്ച് ഈ കൊച്ചമ്മാവൻ വാങ്ങി കമ്മൽ വാങ്ങിക്കൊടുത്തു. ഇത് കണ്ട് വേദനിച്ച് 10ാം ക്ലാസ്സിൽ 2ാമത് പഠിച്ചുകൊണ്ടിരുന്ന, തോറ്റിട്ട് പാരൽ കോളേജിൽ പോയി പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞാൻറ്റി അടുത്ത പന്നിയെ വളർത്താൻ തീരുമാനിച്ചു. ആ പന്നി അടുത്ത പേരിന് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വിറ്റ് പുള്ളിക്കാരത്തേക്ക് ഒരു ജോഡി കമ്മൽ മേടിച്ചു കൊടുക്കണം എന്ന് കൊച്ചമ്മാവനോട് പറഞ്ഞിരുന്നു. കൊടുക്കാമെന്നും പുള്ളിക്കാരൻ സമ്മതിച്ചു. അതിനാൽ തന്നെ പാരൽ കോളേജിൽ രാവിലെ 3 കിലോമീറ്റർ മലയിറങ്ങി പോകുന്നതിന് മുമ്പായിട്ട് പന്നിക്ക് വേണ്ട തീറ്റകളെല്ലാം ഒരുക്കി കൊടുക്കുകയും വരുമ്പോൾ അതിനെ പ്രത്യേകം പരിഗണിക്കുകയും ചെയ്തിരുന്നു. 2 പ്ലാവുകൾക്കിടയിൽ എപ്പോഴും എടുത്തു വെച്ചിരുന്ന കല്ലുകൾ പന്നികൾ അതിൻ്റെ കാളിപ്പന്നി അതിൻ്റെ മൂക്ക് കൊണ്ട് തട്ടി കളയുമായിരുന്നതിനാലും അതിലൂടെ ഒരു തുള അവിടെ ഉണ്ടാകുന്നുണ്ടും മിക്കവാറും ഈ കാളിപ്പന്നി പുറത്തിറങ്ങി ഓടും. പിന്നെ അതിനെ പിടിക്കാനുള്ള ഞങ്ങളുടെ ഓട്ടം വലിയൊരു സാഹസം തന്നെയായിരുന്നു. ആ വർഷവും അങ്ങനെ അങ്ങ് പോയി. പോയി കഴിഞ്ഞ് തുടർന്ന് വന്ന വർഷത്തിൽ പരീക്ഷയൊക്കെ എഴുതി കുഞ്ഞാൻറ്റി ഇങ്ങനെ കാത്തിരിക്കുക. അപ്പോഴേക്കും പന്നി പ്രസവിക്കാറായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഫാദർ ആഗ്നലോ എന്ന് പറയുന്ന ഒരു ധന്യൻ, അക്കാലത്ത് കത്തോലിക്ക സഭ ഈ വിശുദ്ധീകരണത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ വിശുദ്ധനാക്കിയോ ഇല്ലയോ എന്നെനിക്കറിയില്ല. പക്ഷെ അന്ന് അദ്ദേഹത്തിനെ ധന്യൻ എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പടം കറുത്ത ഉടുപ്പിലിട്ട് ചതുരത്തിൽ ചെറുതായി വലതുവശത്തെ ഒരു കാർഡിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു പ്രത്യേക നൊവേന പ്രാർത്ഥനയും അച്ചടിച്ച് വിതരണം ചെയ്തിരുന്നു. ആ ധന്യൻ ആഗ്നലോയുടെ പ്രത്യേക ഭക്തയായി തീർന്ന കുഞ്ഞാൻറ്റി ആ പന്നിക്ക് 10ൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി പ്രത്യേക നൊവേന പ്രാർത്ഥന എല്ലാ ദിവസവും നടത്തിയിരുന്നു. അങ്ങനെ 10ൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടായാൽ ഒരു മുട്ടുകമ്മലിൽ കൂടുതലായി ഒരു താരയിലുണ്ട വാങ്ങാനുള്ള സാധ്യതയുണ്ടാകുമെന്ന് പ്രത്യേകം ഈ ആഗ്നലയോട് പറഞ്ഞിരുന്നു. കുഞ്ഞാൻറ്റിയുടെ പ്രാർത്ഥന കൃത്യമായും ദൈവസന്നിധിയിൽ എത്തിക്കുമെന്ന് ആഗ്നലോയെക്കുറിച്ചൊരു ബോധ്യം കുഞ്ഞാൻറ്റിക്ക് ഉണ്ടായിരുന്നുവെന്ന് ആ പ്രാർത്ഥന ചെല്ലുമ്പോഴുള്ള തീവ്രതയിൽ തന്നെ നമുക്കറിയായിരുന്നു. അക്കാലത്ത് അമ്മ ഒരു കറുത്ത സാരി വാങ്ങി. അത് അമ്മയുടെ 2ാമത്തെ സാരിയാണ്. ആ കറുത്ത സാരിയിൽ ചുമന്ന റോസാപ്പൂക്കളുണ്ടായിരുന്നു. വലിയത്, വളരെ മുഴുത്തത്. അപ്പോൾ ഒരു 4-5 ഒരു സാരിയിലുള്ളൂ. ആ സാരി ഉടുത്ത് കുഞ്ഞാൻറ്റി ആ ശനിയാഴ്ച ഫോട്ടോലാൻഡ് സ്റ്റുഡിയോയിൽ കമ്പളികണ്ടത്തിൽ പോയി പിറകിൽ സീനറിയൊക്കെ പിടിച്ചതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്തുകൊണ്ട് 5-6 ഫോട്ടോ എടുത്തിട്ടാണ് പോയത്. പന്നി അപ്പോൾ പ്രസവിച്ചിരുന്നു അതിനോടകം, ഈ പരീക്ഷ എഴുതുന്ന കാലത്ത് തന്നെ. അപ്പോൾ പന്നിക്ക് ഇത്ര ദിവസമായി കഴിഞ്ഞാൽ വിൽപ്പന തുടങ്ങുന്നത്. അപ്പോൾ അതിനെ വിറ്റ് കഴിയുമ്പോൾ, അപ്പോൾ പ്രസവിച്ചപ്പോഴേക്കും 16 കുഞ്ഞുങ്ങളുണ്ടായി. അപ്പോൾ താരയിലുണ്ട് ഉറപ്പായി കിട്ടുമെന്നുള്ള കാര്യം ഇടയ്ക്കിടെ കിട്ടണമെന്ന് ആ കുഞ്ഞാൻറ്റി കൊച്ചമ്മാവനെ, അതായത് പുള്ളിക്കാരത്തിൻ്റെ ആങ്ങളെ ഓർപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അത് കിട്ടുന്നതും കാത്ത് ഈ ഫോട്ടോയും എടുത്തിട്ട് തിരിച്ചു വന്ന് പോരുമ്പോൾ ജോസിയേട്ടനോട് പറഞ്ഞു, എനിക്ക് അടുത്ത ദിവസം കമ്മൽ കിട്ടും. അപ്പോൾ കമ്മൽ കിട്ടിക്കഴിയുമ്പോൾ ഈ സാരി ഉടുത്ത് കമ്മലോട് കൂടിയുള്ള ഫോട്ടോ ഒന്നുകൂടി എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഈ ലാലിയും ഞാനും കുഞ്ഞാൻറ്റിയും കൂടെ പൂതാളിയിലെ അവരുടെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ ചെന്നത് ഉടനെ തന്നെ കാളിപ്പന്നിയെ നോക്കാനും കുഞ്ഞുങ്ങളുടെ വിശേഷം അറിയാനും കുഞ്ഞാൻറ്റി ഈ പന്നിക്കൂട്ടിലേക്ക് പോയി. പന്നിക്കൂട്ടി ചെന്നപ്പം 16 കുഞ്ഞുങ്ങളും അവിടെ ഇല്ലായിരുന്നു. എല്ലാവരെയും കൊച്ചമ്മാവൻ വിറ്റ് കഴിഞ്ഞിരുന്നു.
ആ വിറ്റ് ഒരു സാഹചര്യത്തിൽ കമ്മൽ ഉടനെ ഉണ്ടാകുമല്ലോ എന്ന വിശ്വാസമായി. വൈകുന്നേരം വൈകുന്നേരം എന്ന് പറഞ്ഞാൽ സന്ധ്യ ആയിട്ടില്ല. കുഞ്ഞാൻ്റിയും പറഞ്ഞു, അപ്പോൾ നമുക്ക് എന്നാണ് നമ്മൾ ശ്യാമ ജുവലറിയിൽ പോകുന്നത്. കമ്പളികണ്ടത്ത് അന്ന് ശ്യാമ ജുവലറി എന്ന് പറഞ്ഞൊരു ചെറിയ മുറിയിലുള്ള ഒരു ജുവലറി ഉണ്ട്. അപ്പോൾ ഈ കൊച്ചമ്മാവൻ പറഞ്ഞു, അത് ഈ പ്രാവശ്യം കമ്മൽ വേണ്ട, അടുത്ത വർഷം നീ PTCക്ക് പഠിക്കുമ്പോൾ മതി. PTC എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് PDCക്കാണ്. നീ PTCക്ക് പഠിക്കുമ്പോൾ നിനക്ക് കമ്മൽ മേടിച്ചു തരാം, അത് ഞാൻ വിറ്റ് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ഒരു താരയിലുണ്ട കൂടി എക്സ്ട്രാ മേടിച്ച് തരാമെന്നുള്ള വാഗ്ദാനവും പറഞ്ഞു. പക്ഷേ കുഞ്ഞാൻ്റി ഭയങ്കര നിരാശയായി. പുള്ളിക്കാരത്തി ചുരുണ്ട മുടിയാണ്, ഈ കഴുത്തിനൊപ്പം ഇറക്കമുള്ളൂ. അതിങ്ങനെ അഴിച്ചിട്ടാൽ ഇങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഫാഷനബിളായിട്ട് നടക്കാൻ വേണ്ടി ഇങ്ങനെ വീർപ്പിച്ചിരിക്കുന്ന പോലെ ഇരിക്കും. പക്ഷെ അങ്ങനെയുള്ള മുടി കണ്ടിട്ടും ആരും കുഞ്ഞാൻ്റി കഞ്ചാവ് അടിച്ചതാണ് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അക്കാലത്തൊക്കെ ശരിക്കും ഈ പൂതാളിയിലും പാറത്തോട്ടും വെള്ളത്തൂവലിലും കമ്പളികണ്ടത്തുമൊക്കെ പറമ്പ് വെട്ടിത്തെളിച്ച് ആ പറമ്പ് കിളച്ച് നീലച്ചടയിനും മറ്റും വെച്ച് പിടിപ്പിക്കുന്ന പരിപാടി എല്ലാ കുടുംബങ്ങളിലും തന്നെ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ അമ്മ വീട്ടിലും പരിസരങ്ങളിലുമൊക്കെ നീലച്ചടയിന് പൂവാലിയിൽ ഞാൻ വെള്ളം കോരിയതും ഓർക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ഈ എക്സൈസുകാർ കൂട്ടമായി വന്നതിനെ വെട്ടി തീയിടുന്നതും ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള പിള്ളേർ നട്ടു വളർത്തുന്നൊന്നുമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അന്ന് ഇത്തരം പരിപാടികൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. എന്തായാലും കുഞ്ഞാൻ്റി ഈ കൊച്ചമ്മാവൻ കാണിച്ച് ഈ ക്രൂരതയിൽ വാക്ക് പാലിക്കാതെയിൽ വിഷമിച്ച് ഈ മുടിയൊക്കെ അഴിച്ചിട്ട് വീടിന് താഴേക്ക് ആ കാപ്പിയുടെ ചുവട്ടിലൂടെ ഇറങ്ങി പന്നിക്കൂടിന് മുമ്പിലൂടെ താഴെ നിന്നിരുന്ന ഒരു ഒടിച്ചുകുത്തി നാരകത്തിലെ 2 ഇലയൊക്കെ വലിച്ച് പറിച്ച് തോടിനരികിലെത്തി അതിനപ്പുറത്തുള്ള ഉണ്ടപ്പാറയിലേക്ക് കയറി അകലേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ കുത്തിയിരിപ്പുണ്ട്, മുട്ടയിലൊക്കെ പിടിച്ച്. ഞാനും ലാലിയും വളരെ ഹെൽപ്ലെസ് ആയിട്ടുള്ള അൾത്താര ബാലന്മാരെ പോലെ പിറകിൽ ബലിയർപ്പിക്കുന്നതും കാത്തിരുന്നു. എന്നിട്ടോ കുഞ്ഞാൻ്റി പറയുകയാണ്, ഇനി ഞാൻ ഒരിക്കലും കമ്മലിടില്ല. അതൊരു ശപഥമായിരുന്നു പാഞ്ചാലിയുടെ. ആ ശപഥം 2 ആഴ്ചയ്ക്കുള്ളിൽ നിറവേറി. കുറവങ്ങലിങ്ങാണ്ടിൻ്റെ അടുത്ത് ബ്രാഹ്മണ സമുദായത്തിന് മാത്രം കുട്ടികളെ അവരിൽ നിന്ന് മാത്രം എടുക്കാൻ പ്രത്യേക എഗ്രിമെൻ്റ് നടത്തി ഇറ്റാലിയൻ കോൺഗ്രിഗേഷനിൽ കുഞ്ഞാൻ്റി ചേരുകയും 1 വർഷത്തിനകം സാരി ഉടുത്തുകൊണ്ട് തന്നെ ഇറ്റലിയിലേക്ക് പോവുകയും തുടർന്ന് 2 വർഷം കടന്നുപോയപ്പോൾ സാരി മാറി ഉടുപ്പിട്ട ഫോട്ടോകൾ എയർമെയിൽ കവറിനകത്ത് ഇട്ടയച്ച് കമ്മൽ മേടിച്ചു കൊടുക്കാത്ത കൊച്ചമ്മാവന് ചില ഇറ്റാലിയൻ ലീറകൾ ഈ ഫോട്ടോകൾക്കിടയിൽ കൂടി വെച്ചുകൊണ്ട് അയച്ചു കൊടുത്തു. അതിലൂടെ കൊച്ചമ്മാവൻ്റെ കഷ്ടതകൾക്കും പലിശയ്ക്ക് കൊടുക്കലിനും ഒക്കെ വേറൊരു യാമം കൂടി, വേറൊരു തലം കൂടി വന്നു ചേർന്നു. ഫോട്ടോകൾ പിന്നെയും വന്നു, കൂടെ ലീറയും. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുകളിലൂടെ പോകുന്ന നടപ്പാതയിൽ നിന്ന് ഒരു ടോർച്ച് വെട്ടം താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു. അമ്മയ്ക്ക് അല്പം ഭയമുണ്ടെന്ന് മുഖത്തു നിന്ന് തന്നെ വ്യക്തമായിരുന്നു. ആരോ ഇറങ്ങി വരുന്നു, ആരാണെന്ന് മനസ്സിലാകുന്നില്ല. അയാളുടെ മുരടനക്കം കേട്ടപ്പോൾ അതൊരു പുരുഷനാണ് എന്നുള്ള കാര്യം വ്യക്തവുമായി. അമ്മ തൊട്ടടുത്ത് അടുക്കി വെച്ചിരുന്ന അരിവാളുകളിലൊന്ന് കയ്യിലെടുത്തു. എന്നിട്ട് താഴേക്ക് വരുന്ന ആളുടെ അടുത്തേക്ക് അല്പം നീങ്ങി നിന്നു. എന്താ മേരി എന്നാണ് അദ്ദേഹം ആദ്യമേ ചോദിക്കുക. നിങ്ങൾ ആരാണ് എന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ആളുടെ മുഖം കാണാൻ സാധിക്കുന്നില്ല.